ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 15ഉം 16ഉം അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 5-ാം വാക്യം. യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട രണ്ടാം സുവിശേഷ പര്യടനത്തിൽ മിഷണറിമാർ തെസലോനിക്കയിലെത്തുകയും അവിടെ കഠിനമായ ജീവിതവും അനേക പ്രതിസന്ധികളും പ്രാണഭയവും നേരിടേണ്ടതായും വരുന്നു. അത്തരത്തിൽ തെസലോനിക്കയിൽ വെച്ചുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പൗലോസിനെയും ശീലാസിനെയും സംരക്ഷിച്ച ഒരു മഹത് വ്യക്തിയായിട്ട് നമുക്ക് യാസോനെ കാണാം. യോശുവ അഥവാ യേശു എന്ന യഹൂദ പേര് ഗ്രീക്കിൽ തർജ്ജമ ചെയ്തിട്ടാണ് യാസോൻ എന്ന പേര് എടുത്തിരിക്കുന്നത്. യാസോൻ എന്ന വ്യക്തിയുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആതിഥ്യമരുളുന്ന വിശ്വാസി. അതിഥി സൽക്കാരം മറക്കരുത് എന്ന തിരുവചനത്തെ സ്വായത്തമാക്കിയ വിശ്വാസിയായിരുന്നു യാസോൻ. പൗലോസ് അപ്പോസ്തലനും ശീലാസിനെയും തൻ്റെ ഭവനത്തിലേക്ക് ഇദ്ദേഹം സ്വീകരിക്കുന്നു. എന്നാൽ അത് സന്തോഷകരമായ അനുഭവങ്ങളിലായിരുന്നില്ല. കാരണം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പൗലോസ് ധൈര്യപൂർവം സുനഗോഗുകളിൽ സാക്ഷിക്കുന്നു. അതിലൂടെ അവിടെയുള്ള യഹൂദന്മാരിൽ ചിലർ ഈ സുവിശേഷത്തെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇക്കൂട്ടത്തിൽ ഒരാളായിരുന്നു യാസോനും. എന്നാൽ ഈ പ്രവൃത്തിയിൽ അസൂയ പൂണ്ട ഒരു വിഭാഗം യഹൂദന്മാർ പൗലോസിനും കൂട്ടർക്കും നേരെ ജനത്തെ ഇളക്കി അവിടെ കലഹം സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു എന്ന്. ഇവിടെ യാസോനെയും കൂട്ടരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നു. ഈ സംഭവങ്ങൾ തരണം ചെയ്യേണ്ടതായി വന്നു എങ്കിലും ആതിഥ്യ മര്യാദയിൽ മികവ് പുലർത്തുന്ന യാസോനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ അനുഭവങ്ങളിലും പൗലോസ് തളർന്നു പോകുന്നില്ല. സധൈര്യം തൻ്റെ ദൗത്യം പിന്തുടരുന്നു. ഈ അനുഭവങ്ങൾ സുവിശേഷ വേലയിലായിരിക്കുന്ന നമുക്കേവർക്കും ഒരു നല്ല മാതൃകയാണ്. രണ്ടാമതായിട്ട് സഹകരിക്കുന്ന വിശ്വാസി. യാസോൻ ഇവിടെ മുൻപന്തിയിലേക്ക് വരുന്നതായോ പ്രസംഗത്തിനോ ശുശ്രൂഷകൾക്കോ നേതൃത്വം നൽകുന്നതായിട്ടോ കാണുന്നില്ല. എന്നാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് തൻ്റെ സാക്ഷ്യം നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. പ്രതികൂലവും അനുകൂലവുമായ സാഹചര്യങ്ങൾ സഹകരണ മനോഭാവം പുലർത്തുന്ന യാസോനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ ജാമ്യം നൽകി അവരെ വിട്ടയക്കുന്നതായിട്ട് കാണുന്നു. വിശ്വാസത്തെയും പ്രത്യാശയെയും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അതുല്യ മിഷണറിമാരാകുവാൻ ഇവർക്ക് സാധിക്കുന്നു. ഇത്തരത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തയിടത്തും ക്രിസ്തുവിന് വേണ്ടി മാർഗദീപം തെളിയിക്കുവാൻ നമുക്കും കഴിയണം. യാസോനെ പോലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അപ്പോസ്തലന്മാരെ ചേർത്ത് നിർത്തുവാനും അവരോടൊപ്പം സഹകരിക്കുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ യാസോൻ ഇന്ന് നമുക്കും ഒരു മാതൃകയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രതികൂലങ്ങളിൽ പതറാതെ സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി തീരുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ആമേൻ.